ഈ പൃഥ്വിരാജും ദുൽഖർ സൽമാൻ ഇവരൊക്കെ കയ്യിൽ ഫെറാറിയും അങ്ങനെ വലിയ വലിയ കാറുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ അടുത്ത് ആയിരത്തും F1 കാറില്ല. അതിന്റെ കാരണം എന്താ അറിയോ? ഇവരെക്കാട്ടി പൈസ ഉള്ള അമ്മയുടെ കയ്യിലില്ല. പിന്നെയാണ് ഈ പറഞ്ഞ പൃഥ്വിരാജും ഫഹദ് ഫാസിലൊക്കെ. അല്ല, പൈസനെ മാത്രമല്ല, ഇപ്പം പൈസ ഉണ്ട്. ഇപ്പൊ അംബാനി എന്നാ വാങ്ങില്ലായിരുന്നു. പൈസ അല്ല, കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ F1 കാർ റേസിംഗ് നോക്കുകയാണെങ്കിൽ, ഫോർമുല 1 കാർ റേസിംഗ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 20 ഡ്രൈവേഴ്സാണ് ഉണ്ടാവുക പങ്കെടുക്കുന്നത്. അതിൽ 10 ടീമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പം കമ്പനികൾ നോക്കുകയാണെങ്കിൽ മെർസിഡീസ് ബെൻസും പിന്നെ റെഡ് ബുള്ളും പിന്നെ ഫെറാറി ഇങ്ങനത്തെ വലിയ കമ്പനികളാണ് ഈ പറഞ്ഞ F1 കാർ റേസിംഗിൽ ഉണ്ടാവുക. അതുമാത്രമല്ല, ഇപ്പോൾ എല്ലാം പുതിയ ഡ്രൈവേഴ്സാണ്. ഈ ഒരു കാറിന് വേണ്ടി അവർ ചെലവാക്കുന്ന ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സിന് മാത്രം കമ്പനി ചെലവാക്കുന്ന ഏകദേശം 5,000 to 10,000 കോടി രൂപ വരെയാണ്. അത്രയുണ്ടോ? അത്രയും അതിന് മാത്രം ചെലവ് വരും. അതുമാത്രമല്ല, ഇനി ഡ്രൈവേഴ്സിനാണെങ്കിൽ പിന്നെ മറ്റുള്ള കാർ പാർട്സിനും എല്ലാത്തിനും കൂടി ഏകദേശം ചെലവ് വരുന്ന ഏകദേശം 100-200 കോടി രൂപ ചെലവ് വരും. അപ്പോൾ പൈസൻ്റെ മാത്രമല്ല, ഈ പറഞ്ഞ അത്രയും വലിയ വലിയ കമ്പനികൾക്ക് മാത്രമാണ്. കാരണം ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രയും ഡേഞ്ചറസ് ആണ് ഈ ഒരു കാർ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവരുടെ അടുത്ത് ആർക്കും വണ്ടി ഇല്ലാത്തത്. ഇവരെന്തിനാണ് ഇത്രയും ഫണ്ട് F1 ചെലവാക്കുന്നത്? ഏകദേശം 150 രാജ്യത്തിലെ ആൾക്കാരാണ് ഈ ഒരു പരിപാടി കാണുന്നത്. 150 രാജ്യത്തിലെ ആൾക്കാർ. അതുമാത്രമല്ല, ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർ റേസിംഗ് കാണുന്ന ഏകദേശം 1.5 ബില്യൺ ആളുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും സീരിയസ് ആയിട്ട് ഈ പറഞ്ഞ കമ്പനികളൊക്കെ ഈ ഒരു കാർ റേസിംഗിൽ പങ്കെടുക്കുന്നതിൻ്റെ കാരണം. അപ്പൊ ഈ ഫുട്ബോൾ കളി കാണാനുള്ള കാട്ടി ഓഡിയൻസ് ഉണ്ടാവൂലേ F1 റേസ് കാണാൻ?